അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. നാം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കുക. ജനങ്ങളെ കാണിക്കാനോ മറ്റോ ചെയ്യുന്നതിന് ഷിർക്കുൽ അസ്ഗർ, അതായത് റിയാ, ലോകമാന്യം എന്നൊക്കെയാണ് പറയുക. അത് നമ്മുടെ അമലുകളെ ഫസാദാക്കി കളയും, നഷ്ടപ്പെടുത്താൻ കാരണമാക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന വിശ്വാസമുള്ളവൻ നിഷ്കളങ്കമായി കർമ്മം ചെയ്യട്ടെ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യൽ അവരെ കൂടി ആരാധിക്കലാണ്. അത് ചെറിയ ശിർക്കാണ്. അത് ചെയ്യരുത്. കർമ്മങ്ങളിൽ ലോകമാന്യത ഞാൻ ഭയപ്പെടുന്നു. അന്ത്യനാളിൽ കർമ്മങ്ങൾക്ക് കൂലി കൊടുക്കുമ്പോൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തവരോട് അള്ളാഹു പറയും, നിങ്ങൾ കർമ്മം ചെയ്തത് ജനങ്ങളെ കാണിക്കാനാണ്. ആരെ കാണിക്കാനാണോ നിങ്ങൾ സൽക്കർമ്മം ചെയ്തത് അവരുടെ അടുക്കൽ പോയി കൂലി വാങ്ങിച്ചോ എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എൻ്റെ ജനതയെപ്പറ്റി എനിക്ക് പേടി ഷിർക്കിനെ കുറിച്ചാണ്. സൂര്യചന്ദ്രന്മാരെയോ വിഗ്രഹങ്ങളെയോ ആരാധിക്കുന്ന ഷിർക്കല്ല, അള്ളാഹു അല്ലാത്തവർ കാണാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ഒളിച്ചു വെച്ച സ്വാർത്ഥതയുമാണ്. ലോകമാന്യതയിൽ കുറഞ്ഞതുപോലും ഷിർക്കാണ്. ഭക്തരും ഉദാരരും തങ്ങളുടെ കർമ്മങ്ങൾ രഹസ്യമായി ചെയ്യണം. കർമ്മങ്ങൾക്ക് പിന്നിൽ ഭൗതിക മോഹങ്ങൾ ഉണ്ടാകരുത്. ചിലർ അപ്രത്യക്ഷമായാൽ അവിടെ അതാരും അറിയില്ല. പ്രത്യക്ഷപ്പെട്ടാൽ ആരുടെയും ശ്രദ്ധയിൽ പെടാറുമില്ല. ഇത്തരം സാധുക്കളായിരിക്കും യഥാർത്ഥത്തിൽ ഭക്തന്മാർ. അവർ വഴികാട്ടികളും വിജ്ഞാന ദീപങ്ങളുമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരും ഇവർ തന്നെ. ഇങ്ങനെയും ഒരു ഹദീസിൽ വരുന്നു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലോകമാന്യതക്കായി കർമ്മം ചെയ്യുന്നവരെ അള്ളാഹു സ്വർഗത്തിന് ഹറാമാക്കിയിരിക്കുന്നു. മറ്റൊരു ഹദീസ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗത്തിൻ്റെ നറുമണം 500 വർഷത്തെ ദൂരത്ത് അടിച്ചു വീശും. പരലോകമോക്ഷം പ്രതീക്ഷിച്ച് ചെയ്യേണ്ടവ ഇഹലോകത്ത് നേട്ടം മോഹിച്ച് ചെയ്താൽ ആ നറുമണം പോലും അനുഭവിക്കാൻ കഴിയില്ല. നരകത്തിലുള്ളവർ പോലും ദിവസേന 400 വട്ടം അഭയത്തിന് തേടുന്നു. കഠിന ശിക്ഷ അനുഭവിക്കുന്നവരുമുണ്ട്. അവർ അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനതയിലെ ലോകമാന്യതക്കാരാണ്. അതായത് അള്ളാഹുവിൻ്റെ കൂലിയ അല്ലാത്തത് എന്തോ ലക്ഷ്യം വെച്ച് ഖുർആൻ പഠിക്കുകയും ദാനധർമ്മങ്ങളും ഹജ്ജും ചെയ്യുകയും ധർമ്മയുദ്ധങ്ങളും ചെയ്തവരാണവർ. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, നോമ്പിനാൽ വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും ലഭ്യമാകാത്തവർ എത്രയെത്ര.
രാത്രി നിസ്കാരം കൊണ്ടും ഉറക്കം ഒഴിക്കലല്ലാതെ ഒരു നേട്ടവും കിട്ടാത്തവരാണത്രേ അവർ. ജനമധ്യത്തിൽ ഭംഗിയായി നിസ്കരിക്കുകയും ഇത്തരക്കാർ നിന്ദിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിന് ചെയ്യുന്നതിലൊന്നും ജനപ്രീതി മോഹിക്കരുത്. ആ മായം കലർന്നാൽ കർമ്മങ്ങൾ കെട്ടുപോകും, പിന്നെ കൂലിയില്ല. അള്ളാഹു പറയുന്നു, പങ്കുകാരുടെ വിഹിതം എനിക്ക് വേണ്ട. ഒരാൾ എന്നെ ആരാധിച്ച് അതിൽ എന്നോടൊപ്പം മറ്റൊരാളെ കൂടി ചേർത്താൽ അവനെയും പങ്കിനെയും ആ പങ്കുകാരനെയും ഞാൻ കൈവിടും. ഇത് ഖുദ്സിയായ ഹദീസാണ്. സീൽ വെച്ച ഏതാനും ഏടുകൾ ഖിയാമത്ത് നാൾക്ക് അള്ളാഹുവിങ്കൽ കൊണ്ടുവരും. മലക്കുകളോട് അള്ളാഹു പറയും, വലിച്ചെറിയുക എന്ന്. മലക്കുകൾ ചോദിക്കും, തമ്പുരാനെ, സത്യമായും ഇതിൽ നന്മയല്ലാതെ ഇല്ല. അള്ളാഹു പറയും, ശരി, പക്ഷേ അതൊക്കെ മറ്റാർക്കോ വേണ്ടി മായം ചേർത്ത് കെട്ടുനാറിയതാണ്, എനിക്ക് വേണ്ടി ചെയ്തതല്ല. മായം ചേർക്കാത്തതല്ലാതെ ഇന്ന് ഞാൻ സ്വീകരിക്കില്ല. രക്തസാക്ഷിയെ പറ്റിയുള്ള വിധിയാണ് ഖിയാമത്ത് നാളിൽ ആദ്യം പുറത്തു വരിക. അയാളെ ഹാജരാക്കിയാൽ അയാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തും. അവനത് ഓർമ്മിക്കുകയും ചെയ്യും. ഈ അനുഗ്രഹങ്ങൾക്ക് എന്ത് നന്ദിയാണ് ചെയ്തതെന്ന് അവനോട് അള്ളാഹു ചോദിക്കും. ഞാൻ ധർമ്മയുദ്ധം ചെയ്ത് വീരമരണം പ്രാപിച്ച ആളാണെന്ന് അയാൾ പറയും. നീ യുദ്ധം ചെയ്തത് എൻ്റെ പ്രീതിക്കല്ല, നീ പടവീരനും ആയോധന പട്ടവുമാണെന്ന പേരും പെരുമയ്ക്കും വേണ്ടിയാണ് എന്ന് അള്ളാഹു പറയും. അയാളുടെ കാലിൽ പിടിച്ച് ഒരു ഞാറ്റുമുടി എന്ന പോലെ തൂക്കിയെടുത്ത് മലക്കുകൾ നരകത്തിലേക്ക് ഒരൊറ്റയേറ്. അടുത്തതായി ഹാജരാക്കുന്നത് ഒരു വലിയ പണ്ഡിതനാണ്. ദുനിയാവിലെ ജീവിതത്തിൽ ആലിമുൽ അല്ലാമ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഷെയ്ഖുല്ലുലമ എന്നും ഷംസുലുലമ എന്നൊക്കെ പേര് കിട്ടിയ അത്രയും വലിയ പണ്ഡിതൻ. അള്ളാഹു അയാൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ അയാളെ ഓർമ്മപ്പെടുത്തുകയും അയാളതൊക്കെ ഓർക്കുകയും ചെയ്യും. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി നീ എന്ത് ചെയ്തു? അപ്പൊ അദ്ദേഹം പറയും, ഞാൻ അറിവ് പഠിക്കുകയും ഖുർആൻ ക്ലാസ് നടത്തുകയും ഖുർആൻ ഓതുകയും ചെയ്തു എന്നയാൾ ഞെളിഞ്ഞു നിന്ന് പറയും, നീ പറഞ്ഞത് പച്ച നുണയാണ്. നീ പഠിച്ചതും ഖുർആൻ ക്ലാസ് എടുത്തതുമെല്ലാം പണ്ഡിതനെന്നും കാരി എന്നും ഓത്തുകാരനെന്നും പേരും പെരുമയും കിട്ടാനാണ്. ഉടനെ ആ പണ്ഡിതനെയും ഒരു തേങ്ങ എടുത്തെറിയുന്നത് പോലെ മലക്കുകൾ നരകത്തിലേക്ക് എടുത്തെറിയും. പിന്നെ കൊണ്ടുവരിക ഒരു സമ്പന്നനെയാണ്. അയാൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ അയാൾ അതെല്ലാം ഓർത്തെടുക്കും. അതിന് നന്ദിയായി നീ എന്ത് ചെയ്തു എന്ന് അവനോട് ചോദിക്കും. തമ്പുരാനെ, നിന്റെ പാതയിൽ ഞാൻ ധാരാളം ധനം ചെലവാക്കിയെന്ന് അയാൾ പറയും. പച്ച നുണ, കല്ല് വെച്ച നുണയാണ് നീ പറയുന്നത്. നീ ഒരു ഔദാര്യവാൻ എന്ന പേരും പെരുമയും നേടാനാണ് നീ ചെലവാക്കിയതെന്ന് അള്ളാഹു പറയും. മലക്കുകൾ അവനെ ഒരു കോഴിയെ എന്ന പോലെ റാഞ്ചിയെടുത്ത് നരകത്തിലേക്ക് എറിയും. ഖിയാമത്ത് നാളിൽ ചിലരെ സ്വർഗത്തിലേക്ക് അള്ളാഹു വിടും. അവരങ്ങോട്ട് നീങ്ങും. അവിടുത്തെ വാസന അനുഭവിക്കുകയും അവിടെ വിശ്വാസികൾക്കൊരുക്കിയ സജ്ജീകരണങ്ങൾ കണ്ട് കണ്ണഞ്ചിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു അവരെ തിരിച്ചു വിളിക്കും. അവർക്കവിടെ സീറ്റില്ലെന്നായിരിക്കും. അവർ ദുഃഖിതരും നിരാശരുമായി വരും. തമ്പുരാനെ, ആ സുഖസാമഗ്രികളൊക്കെ ഞങ്ങളെ കാണിച്ച് നുണപ്പിച്ചത് എന്തിനാണ്? അതിനു മുമ്പ് തന്നെ നരകത്തിലേക്ക് വിടാമായിരുന്നില്ലേ എന്ന് അവർ ചോദിക്കും. ഇതിന് അള്ളാഹു മറുപടി പറയും, നശിച്ചവരെ, നിങ്ങളെ നുണപ്പിക്കാൻ തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. മനസ്സിലായോ? ജനമധ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹീനകൃത്യങ്ങളാണ് ചെയ്തു വന്നിരുന്നത്. ജനമധ്യത്തിൽ മാത്രം ഭക്തന്മാരായിരുന്നു. നിങ്ങൾ ജനങ്ങൾ കാണാനാണ് കർമ്മങ്ങൾ ചെയ്തത്. ജനങ്ങളെ ഭയന്ന് സ്ഥാനമാനങ്ങൾക്കായി നിങ്ങൾ ധർമ്മം ചെയ്തു. എന്നെ നിങ്ങൾ പുല്ലോളം ഭയന്നില്ല. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്ത ശേഷം കൂലി വാങ്ങാൻ എന്നെ സമീപിച്ചിരിക്കുന്നു. ഇവിടെ അരക്കാശിൻ്റെ കർമ്മം ശേഷിച്ചിട്ടില്ല. നിങ്ങൾക്കിവിടെ കൂലിയില്ല, ശിക്ഷയാണ് നൽകാൻ പോകുന്നത്.
ഇതാണ് ഒരു ഹദീസിൽ വന്നിരിക്കുന്നത്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നാളേക്കുള്ള രക്ഷാമാർഗം എന്താണ്? നീ അള്ളാഹുവിനെ ചതിക്കാതിരിക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അള്ളാഹുവിനെ ചതിക്കുകയോ? അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പന നീ നിറവേറ്റുമ്പോൾ അത് മറ്റാരെയെങ്കിലും പ്രീണിപ്പിക്കാനാവാതിരിക്കണം. ലോകമാന്യത സൂക്ഷിക്കണം. ശിർക്കാണത്. ലോകമാന്യതക്കായി കർമ്മം ചെയ്തവരെ അന്ത്യദിനത്തിൽ സംബോധന ചെയ്യുക, ഏ ചതിയ, കാഫിറെ, നീച, നശിച്ചവനെ എന്നൊക്കെ ആയിരിക്കും. നിന്റെ കർമ്മങ്ങളൊക്കെ കെട്ട് നാറിക്കഴിഞ്ഞു. ഇന്ന് നിനക്കൊരു കാശും കൂലിയുമില്ല. ദുഷ്ടനായ മനുഷ്യ, നീ ജനങ്ങളോട് പോയി വാങ്ങടാ എന്നായിരിക്കും അയാൾക്ക് നിർദ്ദേശം കിട്ടുന്നത്. മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് ജനങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങളോ പ്രശംസയോ സാമ്പത്തിക ലാഭമോ ലക്ഷ്യം വെക്കുന്നതിനാണ് ലോകമാന്യം എന്ന് പറയുന്നത്. വിജ്ഞാനം കരസ്ഥമാക്കുന്നത് കൊണ്ട് ജനപ്രീതിയും ഇബാദത്തും ഒന്നിച്ച് ലക്ഷ്യം വെച്ചാൽ അയാളുടെ കാര്യത്തിൽ ഇമാം ഗസാലിയും ഇമാം ഇസ്സുദ്ദീനും തമ്മിൽ തർക്കമുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുൻതൂക്കം ഇവിടെ ജനപ്രീതിക്കാണെങ്കിൽ കൂലിയില്ല, മറിച്ചാണെങ്കിൽ കൂലിയുണ്ട്. രണ്ടും തുല്യമെങ്കിൽ കൂലിയില്ല. ഇസ്സുദ്ദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏത് തരത്തിലായാലും ലോകമാന്യതയുടെ അംശം കലർന്നാൽ പിന്നെ നിഷ്ഫലമാണ്, കൂലിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അള്ളാഹു പറഞ്ഞു, വല്ലവനും എനിക്ക് വല്ലവരെയും പങ്കു ചേർത്ത് ഇബാദത്ത് ചെയ്താൽ ആ കർമ്മം എന്നിൽ നിന്ന് അകലെയാണ്, ആ പങ്കുകാർക്കുള്ളതാണ്. ഇതുപോലെയുള്ള ഹദീസുകളുടെ വെളിച്ചത്തിൽ ഇമാം ഇസ്സുദ്ദീൻ തങ്ങളുടെ അഭിപ്രായമാണ് കൂടുതൽ സ്വീകാര്യമെന്ന് സർക്കശി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഒരാൾ നിഷ്കളങ്കമായി കർമ്മം ചെയ്ത ശേഷം ലോകമാന്യത വന്നു കൂടിയാൽ ചെയ്യുമ്പോൾ ലോകമാന്യത ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെടും. ആ കർമ്മത്തിന് കേടില്ല. കർമ്മം ചെയ്ത ശേഷം അത് മനഃപൂർവ്വം ജനങ്ങളെ അറിയിച്ചാലും കേടില്ല. പക്ഷെ അതും ഭയപ്പെടേണ്ട കാര്യമാണ്. കാരണം ഈ ചിന്താഗതി പോലും കർമ്മങ്ങളെ കേടാക്കുമെന്ന് റിപ്പോർട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സ്വഹാബികളിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. ഷെയ്ഖ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു കൂട്ടുകാരും ഒരു ഹാജിയുടെ വീട്ടിൽ വിരുന്നിന് പോയി. ചോറ് വിളമ്പാനായപ്പോൾ എല്ലാവരും കേൾക്കെ ഹാജി വിളിച്ചു പറഞ്ഞു, എടി ഭാര്യയെ, ചോറ് വിളമ്പടി. ഞാൻ ഒന്നാമത്തെ ഹജ്ജിന് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ പഴയതാ, അത് വേണ്ട. രണ്ടാമത്തെ ഹജ്ജിന് കൊണ്ടുവന്ന പാത്രങ്ങളിൽ വിളമ്പിയാൽ മതി, വേഗമാവട്ടെ. ഇത് കേട്ടപ്പോൾ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാ പൊട്ടനാണ് ഈ മനുഷ്യൻ, വിവരമില്ലാത്തവൻ. ഇയാൾ ഈ പൊങ്ങച്ചം പറച്ചിൽ കൊണ്ട് 2 ഹജ്ജാണ് നശിപ്പിച്ചത്, രണ്ടും നിഷ്ഫലമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉറുമ്പിൻ്റെ നടത്തത്തിലുണ്ടാകുന്ന ശബ്ദം പോലെ സൂക്ഷ്മമാണ് ലോകമാന്യത. ഞാൻ ചില ശബ്ദങ്ങൾ പഠിപ്പിച്ചു തരാം. അത് പതിവാക്കിയാൽ ലഘുവും ഗുരുതരവുമായ എല്ലാ ശിർക്കുകളിൽ നിന്നും താങ്കൾക്ക് മോചനം തേടാം. താഴെ പറയുന്നത് 3 തവണ ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. അല്ലാഹുവേ, നിന്നോട് പങ്കു ചേർക്കലിനെ തൊട്ട് ഞാൻ അറിഞ്ഞും അല്ലാതെയും ഞാൻ പൊറുക്കലിനെ തേടുന്നു, കാവൽ തേടുന്നു. അതുപോലെ ഞാൻ അറിഞ്ഞും അറിയാതെയും നിന്നോട് വല്ല പങ്കും ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഭൂമിയിലേക്ക് വിട്ടപ്പോൾ ഭൂമിയിലുള്ള സർവ്വജീവികളും വന്ന് പുതിയ കൂട്ടുകാരനുമായി പരിചയപ്പെട്ടു. വരുന്ന ജീവികളെല്ലാം ആദം നബി അലൈഹി ഇസ്ലാം ആദരിച്ചു, തലോടി പ്രാർത്ഥിച്ചു വിട്ടു. കാരണം സ്വർഗത്തിൽ നിന്ന് ആദ്യമായി ഭൂമിയിലേക്ക് വന്ന മനുഷ്യനാണ്. ഈ മൃഗങ്ങളൊന്നും മുമ്പൊരു മനുഷ്യനെയും കണ്ടിട്ടില്ല. കൂട്ടത്തിൽ ഒരു കൂട്ടം മാനുകൾ ഉണ്ടായിരുന്നു.
അവയെ പിടിച്ച് ആദം നബി അലൈഹിസ്സലാം തലോടി പ്രാർത്ഥിച്ചപ്പോൾ അവയ്ക്ക് ദേഹത്തിൽ പുതിയ ഒരു സമ്മാനം മുളച്ചുണ്ടായി, കസ്തൂരി. അങ്ങനെ അവ കസ്തൂരി മാനുകളായി. ഇവർ കൂട്ടുകാരിൽ നിന്നും പരിമളം കേട്ടു. അവർ ചോദിച്ചു, ഇതെങ്ങനെ തരായി? അവ സംഗതി പറഞ്ഞു. കസ്തൂരി കിട്ടാൻ അവയും ആദം നബി അലൈഹിസ്സലാമിനെ കാണാൻ ഓടടാ ഓട്ടം. ആദം നബി അലൈഹിസ്സലാം പക്ഷഭേദമൊന്നും കാണിച്ചില്ല. അവയെ തലോടി പ്രാർത്ഥിച്ചു വിട്ടു. പക്ഷെ കാര്യം സാധിച്ചില്ല. അവർക്ക് കസ്തൂരി കിട്ടിയില്ല. അവ ചെന്ന് കസ്തൂരി തൂക്കി പവറ് കാട്ടി നടക്കുന്ന മാനുകളോട് ചോദിച്ചു, ഞങ്ങളുടെ ദേഹത്തിൽ എന്താ കസ്തൂരിക്ക് വല്ല അയിത്തവും ഉണ്ടോ? ഇങ്ങക്ക് മാത്രമേ കസ്തൂരി കിട്ടിയത്? അപ്പൊ കസ്തൂരി കിട്ടിയ സുന്ദരന്മാരായ മാനുകൾ പറഞ്ഞു, അയിത്തമല്ല, സ്വാർത്ഥതയാണ്. ഞങ്ങൾ ആദം നബിയെ കാണാൻ പോയത് നിസ്വാർത്ഥതയോടെയാണ്. നിങ്ങൾ പോയത് കസ്തൂരി കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. കസ്തൂരി അണിഞ്ഞ് ഞെളിഞ്ഞ് നടക്കാനാണ് ആ പരിപ്പ് ഇവിടെ നടക്കൂല എന്ന് ഈ മാനുകൾ, കസ്തൂരി കിട്ടിയ മാനുകൾ കിട്ടാത്തവരോട് പറഞ്ഞു. അതുപോലെ ഇഖ്ലാസോടെയാണ് കസ്തൂരി മാനുകൾ കർമ്മം ചെയ്തത്. അതിൻ്റെ പുണ്യം അവയുടെ സന്താന പരമ്പരകളിലും കാണുന്നു. നേരെ മറിച്ച് ലോകമാന്യതയ്ക്ക് വേണ്ടി തങ്ങൾക്ക് കസ്തൂരി കിട്ടണമെന്ന ഉദ്ദേശത്തോടെ കർമ്മം ചെയ്ത മറ്റു മാനുകൾക്ക് അതിൽ ഒന്നും കിട്ടിയില്ല. ഇതുപോലെയാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, ഭൗതികമായ നേട്ടം, ആളുകൾ കാണട്ടെ എന്ന ആഗ്രഹം, അതുപോലെയുള്ള ചിന്താഗതികൾ മനസ്സിൽ വെച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. വലിയ ശിർക്കാണ്, വലിയ മഹാപാപമാണ്. നമ്മുടെ മനസ്സിൽ അറിയാതെ കടന്നുകൂടാൻ സാധ്യതയുള്ള ഒരു ചിന്താഗതിയാണ് ഈ ലോകമാന്യം എന്ന് പറയുന്നത്. നമ്മൾ പലരും പള്ളിയിൽ പോകുമ്പോഴും അല്ലാതെ നിസ്കരിക്കുമ്പോഴും ജനങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നാൽ അത് റിയാഇന് കാരണമാകും. ആ അമലുകൾ നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിയും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.